അപ്പോൾ ഞാൻ നമ്മളൊരു പുതിയ ഗെയിമുകളൊക്കെ പരിചയപ്പെടുത്താനായിട്ട് വന്നതൊക്കെ. അപ്പോൾ ഗെയിമിൻ്റെ പേരുകളൊക്കെ വന്നിട്ട് ഇന്ത്യൻ വെഹിക്കിൾസ് ഡ്രൈവിംഗ് 3D എന്നാണ് കേസ് ആ ഗെയിമിൻ്റെ പേരൊക്കെ. അപ്പോൾ ഈ ഒരു ഗെയിം നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാൻ പിൻ ചെയ്തിട്ടേക്ക് നേരെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗെയിമുകളൊക്കെ നമുക്ക് കിട്ടും. ഇതിൽ തന്നെ കുറേ ഫീച്ചേഴ്സും കണക്കോട്ട് ഇന്ന് ലോഞ്ച് ആയിട്ടുള്ള ഗെയിമാണ് കേസ് നമ്മുടെ ഗെയിമിൽ. ഞാൻ നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറേ വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഗെയിമുകളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് വരാനായിട്ട് പോവാണ്. ഫൈനലി ഇന്ന് നമ്മുടെ ഗെയിമുകളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ റിലീസായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലായിട്ട് പിൻ ചെയ്തിട്ടേക്കാം. കുറേ ചീറ്റ് കോഡ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു ഗെയിമിൽ നിങ്ങൾ ഹെലികോപ്റ്റർ ആണെങ്കിൽ 555 കാണൊക്കെ അടിച്ച് നമ്മൾ ഹെലികോപ്റ്റർ കാണൊക്കെ കിട്ടും. 5 അടിച്ച് കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ കാണൊക്കെ കിട്ടും. പിന്നെ ഇതിൽ തന്നെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ നമ്മൾ ഗൺ ഷോപ്പും കാണൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. ഇതിൽ നമുക്ക് മണിയും കാണൊക്കെ കിട്ടും. എമൗണ്ട് നമ്മളെ ക്യാഷും കാണൊക്കെ ഇതിൽ തന്നെ ഉണ്ടൊക്കെ. അപ്പോൾ ഇതിൽ തന്നെ അത്യാവശ്യം വേറെ ലെവൽ കുറേ നമ്മുടെ ഇന്ത്യ ബൈക്ക് 3D ഇല്ലാത്ത ബൈക്സും കാണൊക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ ഇന്ത്യ ബൈക്ക് 3D ഉള്ള പോലെ കുറേ വെഹിക്കിൾസും ചീറ്റ് കോഡ്സ് ഒന്നും ഇതിലില്ല. നമ്മൾ ഇന്ത്യ ബൈക്ക് 3D കുറേ വെഹിക്കിൾസ് ഒന്നും ഇതിലില്ല. എന്നാലും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് ഇന്ന് തന്നെ ലോഞ്ചായ ഗെയിം ആയതുകൊണ്ട്, നമ്മുടെ ഇന്ത്യയിലോട്ട് ഇന്ന് ലോഞ്ചായ ഗെയിം ആയതുകൊണ്ട് തന്നെ നമ്മളെ ഈ ഒരു ബൈക്സും വെഹിക്കിൾസും ചീറ്റ് കോഡ്സ് എല്ലാം നല്ല രീതിയിൽ കുറവാണ്. ഷോർട്ടേജ് ഉണ്ട്, നല്ല ഷോർട്ടേജ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ചാനലിലൂടെ തന്നെ ഈ ഒരു ഗെയിമിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോസും പിന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് 3D അപ്ഡേറ്റഡ് വീഡിയോസും ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി മറക്കാൻ നിങ്ങൾ കാത്തിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഡെയിലി വീഡിയോസുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ കുറേ ഫീച്ചേഴ്സ് വെഹിക്കിൾസും കാണുക. ഇതൊക്കെ നമ്മൾ ഇന്ത്യയിലുള്ള തന്നെ വെഹിക്കിൾസ് ആണ്. ഇതൊന്നും നമ്മൾ ഇന്ത്യൻ ബൈക്ക് 3D ഇല്ലാത്ത വെഹിക്കിൾസും കാണൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ വെഹിക്കിൾസ് ഒക്കെ നമ്മൾ ഇന്ത്യ ബൈക്ക് 3D ഉണ്ടെന്നാണ് തോന്നുന്നത്. കൂടുതലും ബൈക്കുകളാണെങ്കിൽ ഈ ഒരു ഗെയിമിലുള്ളത് ഇഷ്ടംപോലെ ബൈക്സ്. ഈ ഒരു ബൈക്കൊന്നും നമ്മൾ ഇന്ത്യ ബൈക്ക് 3D ഇല്ല കേസ്. അത്യാവശ്യം വേറെ ലെവലൊരു ബൈക്ക് തന്നെയാണ് ഒക്കെ. അപ്പോൾ നിങ്ങൾ ഗൺ ഷോപ്പും കാണാൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചില്ല. നമ്മുടെ പ്ലെയിനും കാണാൻ ഈ ഒരു ഗെയിമിലുണ്ട്. കാരണം ഇത് നമ്മൾ ഇന്ത്യ ബൈക്ക് 3D ഉള്ള പോലത്തെ ഒരു ഡീറ്റെയിൽ പ്ലെയിനുകളൊക്കെ തന്നെയാണ് നമ്മുടെ ഗെയിമിൽ കൊടുത്തത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് തന്നെ ഐ ലവ് ഇന്ത്യ എന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് വലുതായിട്ട്. ഐ ലവ് ഇന്ത്യ, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഗെയിമിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗൺ ഷോപ്പും കാണാൻ ഇതാണെങ്കിൽ നമ്മുടെ ഗൺ ഷോപ്പ്. അപ്പോൾ ഈ ഒരു ഗൺ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഞാൻ കാണിച്ചിരുന്നു നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ഗൺ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പോണ റൂട്ടിൽ കൂടെ തന്നെ പോകാം. നിങ്ങൾ ഗെയിം ഓപ്പൺ ചെയ്ത് സ്പോൺ ആവണം ഈ ഒരു ലൊക്കേഷനിൽ. ഐ ലവ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൊക്കേഷനിലായിരിക്കും നിങ്ങൾ ഈ ഒരു ഗെയിം ഓപ്പൺ ചെയ്ത് സ്പോൺ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നമ്മളെ വെഹിക്കിൾസ് കളി ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു ഗെയിമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ഇത്. ഓക്കെ, ഞാൻ അപ്പോൾ അതുങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, ഒരു വണ്ടികളൊക്കെ എടുത്തിട്ടുണ്ട് ബൈക്ക്. അപ്പോൾ ഞാൻ ഈ പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ഈ ഒരു നമ്മളെ ഗൺ ഷോപ്പ് കാണാൻ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പോണ വഴി കൂടെ തന്നെ നിങ്ങൾ പോകാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ഗൺ ഷോപ്പും കാണാൻ അടുത്ത് കിട്ടത്തുള്ളൂ. ഓക്കെ, ഞാൻ എന്താ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പോണ വഴി കൂടെ തന്നെ നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതിൽ കുറേ ക്യാമറ ആംഗിൾസും കാണാൻ കൊണ്ട് നിങ്ങൾക്ക് കാണാൻ നമ്മളെ ഇത് ഷൂട്ടിങ് ആഡ് ആംഗിളുണ്ട്. പിന്നെ കുറേ വേഡ് ആംഗിൾ ക്യാമറാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വേറെ ലെവൽ ഗെയിം തന്നെയാണ്. അത്യാവശ്യം ഗ്രാഫിക്സും കാണാൻ കുറവാണെങ്കിൽ അത്യാവശ്യം വേറെ ലെവൽ ഗെയിം തന്നെയാണ്. അപ്പോൾ ഇതിൽ ഗൺ ഷോപ്പ് കാണാൻ കൊണ്ട് കേസ്. അപ്പോൾ ഞാൻ ഗൺ ഷോപ്പിനകത്ത് കാണാൻ കയറിയാൽ ഇവിടെ ഒരു ഗണ്ണിൻ്റെ ഐക്കളും കാണാൻ കൊണ്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഗൺസും കാണൊക്കെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഗൺസ് കാണൊക്കെ വന്നിട്ടുണ്ട്. നമ്മളൊരു ഗണ്ണ് ക്ലിക്ക് ചെയ്ത് കേസ് ബാക്കി ഗൺസ് എല്ലാം നമ്മൾ അൺലോക്കഡ് ആയിട്ടില്ല കേസ്. അൺലോക്ക് ആകണമെങ്കിൽ അതൊക്കെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഉള്ള ഗണ്ണ് മാത്രം നമ്മൾ മിഷ്യൻ ഗണ്ണാണ്. അപ്പോൾ ഈ ഒരു മിഷ്യൻ ഗണ്ണ് എല്ലാം കൊണ്ട് കറണ്ട് ഗെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഞാൻ വന്ന വണ്ടിയിൽ ജസ്റ്റ് ഒന്ന് ഫയർ ചെയ്തതും പൊട്ടിത്തെറിച്ചു. അത്യാവശ്യം കൊള്ളാൻ കഴിച്ചു, നല്ലൊരു ഗെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഗ്രാഫിക്സ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ FPS കാണാൻ കാണിക്കുക, FPS കാണാൻ ഇത് കാണിക്കും. ഓക്കെ, FPS. അപ്പോൾ എൻ്റെ ഫോൺ അത്യാവശ്യം ഒരു 4GB റാമിൻ്റെ ഒരു ഫോണാണ്. അതിൽ ഞാൻ കളിക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം ഒരു 60 അടുത്ത് FPS കിട്ടുന്നുണ്ട്. ഓക്കെ, FPS കാണാൻ 60 അടുത്ത് കിട്ടുന്നുണ്ട്. ചില സമയം നമ്മളെ ഷോർട്ട് TV നമ്മുടെ ഫോണിന് ചെറിയ ഒരു 4GB റാം 4GB സ്റ്റോറേജും കാണാൻ ആയതുകൊണ്ട് നമ്മുടെ ഫോണിന് ആ ഒരു 4GB റാമേ ഉള്ളൂ. അതുകൊണ്ട് ചില സമയം നമ്മളെ 20 പോകും. നമ്മളെ FPS 20 കാണാൻ പോകും. അപ്പോൾ ഇതിൽ അത്യാവശ്യം നമ്മളെ ഈ ഒരു വെഹിക്കിൾസും കാണാൻ കൊണ്ട് നമ്മളെ ഈ ഒരു വണ്ടിയുടെ പേര് താറും കേസ്. നമ്മളെ താറും കാണാൻ കൊണ്ട് ഈ ഒരു ഗെയിമിൽ തന്നെ. അപ്പോൾ കുറച്ച് കാർസ് തന്നെയാണ് ഈ ഒരു ഗെയിമിലുള്ളത്. നമ്മളെ പോളോയും കാണാൻ കൊണ്ട് ഈ ഒരു ഗെയിമിൽ നമ്മളെ പോളോ അല്ല ഈ ഒരു ഗെയിമിൽ ഈ ഒരു വണ്ടിയുടെ പേരുകളൊക്കെ അറിയാവുന്ന ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കാർസും കാണാൻ നമ്മളെ ഗെയിമിലുണ്ട്. വേറെ കുറേ കാർസും കാണാൻ കൊണ്ടുവന്നാണ് പറഞ്ഞത്. ഈ ഒരു കാർ നമ്മളെ ഇന്ത്യ ബൈക്ക് 3D ഉണ്ട്. ഇത് ഫേമസ് ആയ ഒരു കാർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നുള്ള ടക്ക് നമുക്ക് ഉടുപ്പുകൾ മാറ്റാനായിട്ട് സാധിക്കും. നമ്മൾ സെപ്പറേറ്റ് ആയിട്ടല്ലേ നമ്മൾ ഈ ഒരു കോസ്റ്റ്യൂം കാണാൻ മാത്രം ഒറ്റ ക്ലിക്കിൽ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ,
അപ്പോൾ ഇതിൽ അത്യാവശ്യം വേറെ ലെവലൊരു ഗെയിം തന്നെയാണ് നമ്മൾ ഗെയിമിലോട്ട് കൊണ്ടുവന്നത്. ഈ ഒരു വണ്ടിയുടെ പേര് നിങ്ങൾക്ക് അറിയാവുന്ന ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഗെയിം കാണാൻ ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കാലൊക്കെ ചെയ്തൊക്കെ തരുന്നുണ്ട്. ബെല്ലൈക്കനുള്ള മേലും നോട്ടിഫിക്കേഷനുകളൊക്കെ ഓൺ ചെയ്ത് നോക്കിയ വേറെ ലെവലൊരു ഗെയിം തന്നെയാണ്. അത്യാവശ്യം വേറെ ലെവൽ കിണ്ണങ്കാഞ്ചി ഗെയിം അപ്പോൾ ഗ്രാഫിക്സും കാണുന്നത് ജസ്റ്റ് കുറവാണെങ്കിലും അത്യാവശ്യം നല്ല ഇതായിട്ടുള്ളൊരു ഗെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഇനി വരാൻ കിടക്കണമല്ലോ. നിങ്ങൾ കാണാൻ പോകുന്നത് വിധത്തിലുള്ള അപ്ഡേറ്റ്സും കാണാനൊക്കെ തന്നെയാണ് നമ്മൾ അടുത്തായിട്ട് നമ്മളെ ഈ ഒരു ഗെയിമിലോട്ട് വരാനായിട്ട് പോകണം. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്, ഈ ഒരു ഗെയിം എത്ര കൂട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന താഴെ കമൻറ്റ് മറക്കില്ല. ഈ ഒരു ഗെയിമുകളൊക്കെ പോയി ഡൗൺലോഡ് ചെയ്ത് കളിച്ച് നോക്കുക. അത്യാവശ്യം വേറെ ലെവൽ ഗെയിം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് ഈ ഒരു ചാനലിലൂടെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഡെയിലി വീഡിയോസ് ആയിട്ട് നമ്മൾ ഈ ഒരു അപ്ഡേറ്റ്, പിന്നെ നമ്മൾ ഇന്ത്യ ബൈ 3D ഗെയിമിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോസും അതിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ കുറേ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ കൂട്ടർക്കും ഷെയറുകളൊക്കെ ചെയ്ത് ലൈക്കുകളൊക്കെ ചെയ്യാം. ഈ ഒരു വീഡിയോക്ക് കൂടുതൽ എല്ലാ ആൾക്കാരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, ഈ ഒരു വണ്ടിക്ക്, ഈ ഒരു ഗെയിമിന് നിങ്ങൾ എല്ലാ കൂട്ടരും ലൈക്ക് കൊടുക്കുക, മാക്സിമം എല്ലാ കൂട്ടരും ലൈക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യം വേറെ ലെവൽ ഗെയിമാണ്. എനിക്ക് ഈ ഒരു ഗെയിം കളിച്ചപ്പോൾ അത്യാവശ്യം ലാഗ് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ സെറ്റിങ്സ് ചെറുതായിട്ടൊന്നും ലോയിലോട്ട് ഹൈയിലിട്ട് കളിക്കാൻ കഴിയും. ഹൈയിലിട്ട് കളിച്ചാലും ചെറിയ മാറ്റമൊന്നും ഇല്ല, എന്നാലും അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷൻ കാണാൻ കാണിച്ചത് നമ്മളെ ഇന്ത്യൻ കാണാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ കാണാൻ നോക്കുകയാണെങ്കിൽ നമ്മളെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം നമ്മളെ ഭാരത് ട്രെയിൻ ഉണ്ടല്ലോ, ഇന്ത്യ ഭാരത്, ആ ഒരു ട്രെയിനിൻ്റെ ഒരു ട്രെയിനാണ് ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്നത്. നമ്മളെ ഇന്ത്യ ബൈ 3D നമ്മളെ ഇന്ത്യൻ വെഹിക്കിൾസ് ഡ്രൈവിംഗ് 3D എന്നുള്ള ഈ ഒരു ഗെയിമിൽ കൊടുത്തേക്കുന്നത്. അത്യാവശ്യം കൊള്ളാം, വേറെ ലെവൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ 2 ട്രെയിനുണ്ട്. 2 ട്രെയിന് നമുക്ക് സൂപ്പറായിട്ട് തന്നെ ഓട്ടിക്കാനും കാണാനൊക്കെ സാധിക്കും. ഞാൻ ഒരു ട്രെയിനുകളൊക്കെ നിങ്ങൾക്ക് ഓട്ടിച്ച് കാണാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാ നമുക്കിവിടെ കൺട്രോൾ സെൻറ്റർ വരുന്നുണ്ട്. നമുക്ക് ട്രെയിൻ ഓടിക്കാനുള്ള കൺട്രോൾ സെൻറ്ററുകളൊക്കെ വരുന്നുണ്ടോ. നമ്മൾ ഇതിലുപയോഗിച്ച് നമുക്ക് കൺട്രോളുകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. കൊള്ളാം, കുഴപ്പമില്ലാത്തൊരു ഗെയിം തന്നെയാണ്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു, കളിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു ഗെയിം തന്നെയാണ് ഇത്. ഓക്കെ, അത്യാവശ്യം വേറെ ലെവൽ ഗെയിം തന്നെയാണ്. ഞാൻ ഈ ട്രെയിൻ ജസ്റ്റ് നിങ്ങൾക്ക് ഓട്ടിച്ച് കാണിച്ചു തരാം. നമ്മുടെ ഇന്ത്യ ഭാരതിൻ്റെ ജസ്റ്റ് ഒന്ന് ട്രെയിനെ ഓട്ടിച്ച് കാണിച്ചു തരാം. ഓക്കെ, അത്യാവശ്യം കിണ്ണം കാച്ചി ഗെയിം തന്നെയാണ്. എന്തായാലും ഗെയിമിനെ കുറിച്ചൊന്നും പറയാനായിട്ടില്ല, ഗെയിം അത്യാവശ്യം വേറെ ലെവലാണ്. അപ്പോൾ ഈ ഗെയിം ഇഷ്ടപ്പെട്ടവർ നേരെ പോയി നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നേരെ പോയി ഡൗൺലോഡ് ചെയ്ത് കളിക്കുക. ഓക്കെ, അപ്പം നേരെ പോയി ഡൗൺലോഡ് ചെയ്ത് കളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ നല്ല നല്ല ഗെയിംസിൻ്റെ വേറെ ഗെയിംസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോക്ക് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗെയിമിൻ്റെ റിവ്യൂ കാണാൻ ജസ്റ്റ് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ടാണ് ശരിക്കും വീഡിയോ കാണാൻ കിട്ടാനുള്ള ഒരു ഇതുണ്ടാവുന്നത്. നോക്കാം, അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാ കൂട്ടരും സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോകളൊക്കെ മാക്സിമം ഒന്ന് ഷെയറിങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോകളൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം കൊള്ളാൻ കഴിച്ചു, കുഴപ്പമില്ലാത്ത ഗെയിം തന്നെയാണ്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഈ ഗെയിം. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു ട്രെയിനിങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഓട്ടിക്കാനുകളൊക്കെ സാധിക്കും. അത്യാവശ്യം ഫാസ്റ്റിങ്ങളൊക്കെ ഞാൻ കുറച്ച് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഗെയിം ഞാൻ കുറേ സമയം കളിച്ച് ഇന്ന് തന്നെ ലോഞ്ച് രാവിലെയാണ് ഞാൻ ലോഞ്ച് കാണാൻ കാര്യം. എനിക്ക് ഇപ്പോഴാണ് വീഡിയോകളൊക്കെ ഇടാനുള്ള ടൈമുകളൊക്കെ കിട്ടുക, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോകളൊക്കെ ചെയ്തത്. രാവിലെ തന്നെ ഗെയിമുകളൊക്കെ ലോഞ്ച് ആയപ്പോൾ തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡെവലപ്പേഴ്സുകളൊക്കെ നമ്മുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗെയിം ഇറക്കുന്നുണ്ടെന്നൊക്കെ. അങ്ങനെയാണ് കേസ് നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പോൾ കേസ് നമുക്ക് ഇതിൽ നൈറ്റ് മോഡ് കാണാനുണ്ട്. 9 കേസ് 9 ഈ നൈറ്റ് മോഡിൻ്റെ ചീറ്റ് കോഡ്. നമ്മൾ ഐ ലവ് ഇന്ത്യ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നിടത്ത് നമ്മളെ നൈറ്റ് മോഡ് ഇട്ടാലാണ് കേസ് നല്ല രീതിയിൽ കാണാനായിട്ട് സാധിക്കും. രാവിലെ ആയിട്ട് അത്യാവശ്യം ക്ലിയർ ആയിട്ട് കാണാം. നൈറ്റ് മോഡിലാണ് നല്ല രീതിയിൽ കാണാൻ പറ്റും. നമ്മുടെ ഇൻഫിനിറ്റീവ് ഡോറ്, നമ്മളെ പോർട്ടൽ ഡോറുകളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. നമ്മൾ ഈ ഒരു ഡോറ് കയറി കഴിഞ്ഞാൽ വേറൊരു സിറ്റിയിലോട്ടുകളൊക്കെ എത്തും. അതിനൊരു പോർട്ടൽ ഡോറുകളൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചത്. സെക്കൻഡ് അല്ല, ഒരു 1 മിനിറ്റുകളൊക്കെ ഈ ഒരു ഡോറ് കാണുന്നുള്ളൂ. പിന്നെ ഇൻവിസിബിൾ ആയിട്ട് പോകും. നമുക്ക് ഒരിക്കലും വന്ന് ഡോറ് സ്പോൺ ചെയ്യാം. 0 ആണ് ഡോറിൻ്റെ ചീക്കോട്. ഞാൻ ജസ്റ്റ് കയറി കഴിഞ്ഞാൽ നമ്മൾ സ്പോൺ ആവുന്ന സ്ഥലത്തേക്ക് ഇത് ഡയറക്റ്റ് ടെലിപ്പോർട്ടുകളൊക്കെ വെച്ചത് വേറെ ലെവൽ ഗെയിമിനാണ്. ഓക്കെ, അപ്പോൾ ചെന്നത് ഈ ഒരു വീഡിയോ ഇത്രയോടെ വീഡിയോ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലത്തെ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.